കേട്ടോ, ഒരു ഒറ്റ പൂച്ചക്കുഞ്ഞു പോലും എനിക്കൊരു വിലയും തരുന്നില്ലല്ലോ. ഇതെല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ചിരി പൊട്ടി പോവാ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവള് പിന്നെ തുടങ്ങും. അതുകൊണ്ട് ചത്തവല അടക്കാം. പപ്പിയുടെ കിളി പോയി. ഇവളൊരു ജഗ ജില്ല് തന്നെ. ഇനി ഇവിടെ നിൽക്കണ്ട. അവളുടെ വായി തന്നെ വീഴുന്നതെന്ന് അറിയത്തില്ല. കേറിപ്പോയേക്കാം. എനിക്ക് ദേഷ്യമായ ഞാൻ ഓടിപ്പോയി കൂട്ടി കയറും. എന്നിട്ട് പിന്നെയും കയറും. എന്നിട്ട് ഇറങ്ങും, ചാടും, പിന്നെയും കയറും. ആഹാ, എന്റെ ദേഷ്യം എനിക്ക് തന്നെ പിടിച്ചാൽ കിട്ടുകയല്ല. ക്രിസ്മസ് അല്ലടി, അണ്ടിപ്പരിപ്പ്. ഇതെന്റെ പരിപ്പെടുക്കാനുള്ള പരിപാടിയാന്ന് എനിക്കറിയാം. ഞാൻ അനങ്കുരടി പിശാചേ. കള്ളം പൂച്ചു. അവൻ അനങ്ങാതെ കിടക്കുവാണേ. ചേട്ടായിടെ ഒന്ന് പറയണം, ഇവളെ പിടിച്ച് കൂട്ടിലിടാൻ. അല്ലേ വേറെ വല്ല പൂച്ചയും വന്ന് കടിക്കൂന്നൊക്കെ തള്ള. എന്നിട്ട് വേണം ഇവിടെ ഒന്ന് വയ്യാതെ പിടിപ്പിക്കാൻ. ഇതാ കേട്ടോ പാണ്ട. വെറും പാണ്ടയല്ല, ടൈഗർ പാണ്ട. ഇനി മുതൽ നിന്റെ പ്രൊട്ടക്ഷൻ ഇവന്റെ കൺട്രോളിലായിരിക്കും. എടാ പാണ്ടു, ഈ പെണ്ണിനെ നോക്കിക്കോണം കേട്ടോടാ. ചേട്ടായി പറഞ്ഞേക്കുന്നത് ഇവക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തേക്കണമെന്നാ. നിന്നെ കൊണ്ട് മാത്രമേ അതിന് പറ്റുള്ളൂ. അതുകൊണ്ടാ. ഓക്കെ പപ്പി ചേട്ടായി, ഈ ടൈഗർ പാണ്ടയെ കാര്യം ഏൽപ്പിച്ചാൽ അത് ക്ലീൻ ആയിരിക്കും. ഞാൻ നോക്കണം ചേട്ടായി. ഒരു കാരണവശാലും ഇതിനെ പുറത്തു വിട്ടേക്കല്ലേ. അല്ല ചേട്ടായി, ഒരു സംശയം. ഇവളുടെ പ്രൊട്ടക്ഷൻ ഓക്കെ, പക്ഷെ എന്നെ എന്തിനാ കെട്ടിയിട്ടേക്കുന്നേ? നീ എന്റെ ചെറുക്കനല്ലേടാ, അപ്പൊ നിന്റെ പ്രൊട്ടക്ഷൻ ആര് നോക്കും? അതിനാ നിന്നെ അവിടെ കെട്ടിയിട്ടേക്കുന്നേ. ഓ അങ്ങനെ. ചേട്ടായിയുടെ ഒരു ബുദ്ധി. ഓക്കെ ചേട്ടായി, ശരി ശരി. ഓക്കെ, ഞാൻ ചേട്ടായി പോയിട്ട് വരാവേ. ഓക്കെ ചേട്ടായി, പോയിട്ട് വാ. ഞാൻ ഇവിടെ ഫുൾ ടൈം പ്രൊട്ടക്ഷൻ ആയിരിക്കും. പൂച്ചക്കുഞ്ഞെ, നീ ഒന്നും കൊണ്ടും പഠിക്കണ്ട. അതെന്നാടി കൊച്ചേ നീ അങ്ങനെ പറഞ്ഞേ? എന്നാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ പ്രൊട്ടക്ഷനാ. ഇന്ന് എനിക്ക് ഡ്യൂട്ടിയാ. ഞാനൊരു ഡീല് പറയാം. താൻ എന്നെ അഴിച്ചുവിട്, ഞാൻ തന്നെ അഴിച്ചുവിടാം. അപ്പുറത്ത് മമ്മി മീൻ വെട്ടുന്നുണ്ട്, അറിയാവോ? അയ്യോ, മീനോ? എന്നാ ഞാൻ നിന്നെ തുറന്നു വിടാം. കുരുത്തിക്കാടൊന്നും കാണിക്കില്ല, ഇവിടെ തന്നെ നിക്കണേ. ഇതിപ്പോ ഞാൻ മൊത്തത്തിൽ ശശിയായല്ലോ. പോടി പാറ്റ കുഞ്ഞെ, അവളുടെ ഒരു ടാറ്റ. എന്നിട്ട് ഞാൻ ഹാപ്പി ക്രിസ്മസ് വെച്ചിട്ടുണ്ടേ. എപ്പോഴും എന്നെ തുടങ്ങി കഴിക്കും. പപ്പിച്ചേട്ടാടെ ഒരു കാഞ്ഞ കുത്തി. അയ്യോ, ഇപ്പൊ എങ്ങനെ ചേട്ടായി വന്ന ഞാൻ എന്നാ പറയും? ക്രിസ്മസ് പപ്പ ഒന്ന് തുറന്നു വിട്ടെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ പൂട്ട് പൊട്ടിത്തെറിച്ചെന്ന് പറയാം. എന്തായാലും എനിക്ക് കോളാ. ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. നിറച്ച പഴുത്ത് നിൽക്കുവാണ്. ഈ പഴം നമ്മൾ ടേസ്റ്റ് ആണ് ഈ ഫ്രൂട്ടിന്. ഇതുകൊണ്ടൊക്കെ നിറച്ച് പഴുത്ത് നിൽക്കുവാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതിലിങ്ങനെ പറിച്ച് നമ്മൾ തിന്നണം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുളിയുള്ള എന്ത് കഴിച്ചാലും ഭയങ്കര മധുരമായിരിക്കും. കണ്ടോ?
താഴെയൊന്നും ഇല്ലല്ലോ. ചേട്ടായി, എനിക്കൂടെ രണ്ടെണ്ണം തരുന്നുണ്ടോ? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ചേട്ടായി തിന്നുന്ന കാണുമ്പോ തിന്നണം തോന്നുന്നു. നീ പിടയ്ക്കാതെ നിനക്ക് തരാം. ഞാൻ ഈ വ്ളോഗ് നിർത്തട്ടെ. ഇത് നല്ല ഫ്രഷായിട്ട് ഫുള്ള് പറിച്ച് ഇതിനെക്കുറിച്ചൊരു വ്ളോഗ് എടുത്തിട്ട് വേണം എനിക്ക് ഈ ആഴ്ചയിലെ കണ്ടന്റ് ഇറക്കാൻ. ചേട്ടായി അവിടെ കണ്ടന്റ് ഇറക്കിക്കോ, ഞാൻ ഇവിടെ തുപ്പലിറക്കി മടുത്തു. എനിക്കെന്താ തരാൻ ഉണ്ടായിരിക്കും. ഓ സൂപ്പറാണ്. അയ്യോ നിനക്ക് വെച്ചില്ലല്ലോടാ. അല്ലെങ്കിൽ നിനക്ക് കഴിക്കാൻ പറ്റൂല. ആ ഇത് ഡോഗ്സ് കഴിക്കാൻ പാടില്ല. ഇതിന്റെ കുരു വയറ്റി ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആ അതുകൊണ്ടാ തരാതെ, അല്ല നിനക്ക് തരാതെ തിന്നുവോ? ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. ഈ വീട്ടിൽ വേറെയും പഴച്ചെടികളുണ്ടല്ലോ, ഇനി പഴം ഉണ്ടാവുമ്പോ ഞാൻ തന്നെ അങ്ങ് വീഴും. കാത്തുവച്ചൊരു കസ്തൂരി മാമ്പഴം ചേട്ടായി കൊത്തി തിന്നു. ചേട്ടായി കൊത്തി. ക്രിസ്മസ് ഒക്കെ ആയോണ്ട് ക്രിസ്മസ് പാപ്പ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്ന പഴമായിരിക്കും ഇത്. ഇത് പഴുത്ത് കഴിയുമ്പോ ഞാൻ ഒറ്റനും കൊടുക്കൂല മോനെ. ഞാൻ കുട്ടപ്പായ്ക്ക് മാളൂനൊക്കെ ഇച്ചിരി പുല്ല് എത്തുമായിരുന്നു. എന്നാ നമ്മുടെ മാവൂനൊരു വധഭീഷണി. വേറെ പൂച്ചകൾ അവളെ കടിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ നമ്മുടെ കൂട്ടിലിട്ടിട്ട് പാണ്ഡേനെ അവളുടെ കാവലേൽപ്പിച്ചിട്ടുണ്ടേ. പൂച്ച വേറെ വരുന്നുണ്ടോ? അതെന്നെ, ഒരു മുട്ടൻ കരിമ്പൂച്ച. ഞാൻ കണ്ടില്ലല്ലോ. അവക്കൊന്നും അറിയത്തില്ലല്ലോ. നമ്മുടെ കൊച്ചിന്റെ ജീവനല്ലേ ചേട്ടായി നമുക്ക് വലുത്. അതുകൊണ്ട് ഞാൻ പൂട്ടിയിട്ടു. നീ എന്നതാ കാണിക്കും? വാക്കത്തിയൊക്കെ ആയിട്ട് ഇറങ്ങിയതല്ലേ, എന്നാ പിന്നെ നമുക്കൊരു ക്രിസ്മസ് ട്രീയും വെട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയാലോ? ക്രിസ്മസ് ട്രീ വെട്ടാനോ? പൊക്കോണം നീ അവിടുന്ന്. കഴിഞ്ഞ കൊല്ലം ഒന്ന് വെട്ടിയത് മതിയായില്ലേ? അതോടെ പോയി മേടിച്ചതല്ലേ? അല്ല ചേട്ടായി, നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ക്രിസ്മസ് ട്രീ വെട്ടി വെക്കുന്നതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. മേടിച്ച് തിരുപ്പുണ്ട്, അതങ്ങ് ഉപയോഗിച്ചാൽ മതി. കഴിഞ്ഞ കൊല്ലം ഞാനിത് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? പപ്പിക്കുട്ടൻ ഫസ്റ്റ്. അയ്യോ, ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ, ചുമ്മാ നിന്ന് മടുത്തു. ഓ അല്ല, നീ എന്നെ ഇപ്പോൾ കുറ്റിയും പറിച്ച് പോന്നേ? ഏതാണ്ടോ കള്ളത്തരം ഉണ്ടല്ലോ. എനിക്ക് കഴിക്കത്തില്ലായിരിക്കും അല്ലേ? അതൊട്ടും കഴിക്കത്തില്ല, അത് ഓടപ്പഴമല്ലേ? ഓ, ഓടപ്പഴം. അതിന്റെ തൊണ്ടിലെ പ്രോട്ടീൻ കണ്ടന്റ് എനിക്ക് വിഷാംശമായിരിക്കും അല്ലേ? അതെന്നാടാ നീ കണ്ട ആക്കി പറഞ്ഞ പോലെ. സത്യം പറടാ. ഞാൻ ചുമ്മാ ചോദിച്ചതേയുള്ളൂ. അപ്പൊ ദോ പഴവാ? അതൊട്ടും പറ്റത്തില്ല. അതോ? അതുമില്ല. ചുരുക്കി പറഞ്ഞാൽ എനിക്കൊന്നും കേട്ടത്തില്ല. അല്ല, എന്റെ ആ ബംഗ്ലാവിന്റെ സൈഡിൽ നിൽക്കുന്ന കുഞ്ഞു മരം ഉണ്ടല്ലോ, അതിന്റെ അകത്തൊരു കുഞ്ഞു പഴമില്ലേ, അതെങ്ങനെയാ ടേസ്റ്റ്? കഴിക്കാൻ കൊള്ളാവുന്നതാണോ? എനിക്ക് തിന്നാവോ? നിന്റെ ആ കൂടിന് അവിടെ നിൽക്കുന്ന പഴമില്ലേ, അത് സൂപ്പർ പഴം കേട്ടോ. പക്ഷെ അതിനകത്ത് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള പഴമാണ്. അല്ല, എനിക്ക് വേണമായിട്ടൊന്നും അല്ല, ഉണ്ടാകുമ്പോ ചേട്ടായിനെ വിളിച്ച് തരാമല്ലോ എന്ന് ഓർത്തോണ്ടാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? അതിന്റെ കുരു കഴിക്കത്തില്ല. ഒന്ന് പോ ചേട്ടായി, കുരു കഴിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല, മുഴുവനോട് വിഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. അതിന്റെ കുരു കളഞ്ഞിട്ട് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ കുരു കഴിച്ചിട്ട് നല്ല ചക്കക്കുരു പോലെ നിൽക്കുന്നവരെ എനിക്കറിയാം. കുരു കഴിച്ചാൽ എന്നാ പറ്റുന്ന ചേട്ടാ ഈ പറയുന്നേ? എൻ്റെ പൊന്നെ, കുരു കഴിച്ചാൽ എന്നാ പറ്റുന്നോ? ആ കുരു എങ്ങാനും നമ്മുടെ വയറ്റിൽ ചെന്ന് കരുതിക്കോ. കരുതണ്ട, ചെന്നു. ഇനി ബാക്കി പറ.
ഇപ്പം നമ്മളോ അല്ലെങ്കിൽ വേറെ പക്ഷിയാണെങ്കിൽ പോലെ നീ കണ്ടിട്ടുണ്ടോ? ആ മരത്തിൽ പക്ഷി വന്നിരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? പക്ഷി കണ്ടിട്ടില്ല. അതാ അത്തേലൊരു പക്ഷിയോ ഒറ്റ വന്നിരുന്ന കഴിക്കുവാണെങ്കിൽ ആ കുരു വയറ്റിൽ ചെന്ന് കഴിഞ്ഞ് 24 മണിക്കൂർ കൂടെ ആ ജീവിച്ചിരിക്കത്തില്ല. എടാ തമാശ പറഞ്ഞല്ലടാ, ഞാനെന്താ നിന്നോട് തോന്നു പറയുന്നത്? 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ അത് വേറെ ഇറങ്ങണം. വേറെ ആ അത് വയറ്റിലോട്ട് ചെല്ലുന്ന ഈ കുരു മുളക്കാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ സുഷിരങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ ഓട്ട, വായ, കണ്ണ്, ചെവി, മൂക്ക്, അങ്ങനെ പലയിടത്തും ഉണ്ടല്ലോ, അതിലൂടെയൊക്കെ വേരങ്ങ് വരും. വേരും കമ്പും ചില്ലയൊക്കെ വന്ന് അങ്ങ് വളരാൻ തുടങ്ങും ചെടി. ആള് ഡെഡാ സ്പോട്ടിൽ 24 മണിക്കൂർ, കറക്റ്റായി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അറിയത്തുള്ളൂ. ആ അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് നിൻ്റെ കൂടിനകത്ത് തന്നെ മരം വെച്ചതിന് അതിനെ, അതുകൊണ്ടാ, വേറെ ഒന്നും തിന്നത്തില്ലല്ലോ. അതുകൊണ്ട് പഴം ഉണ്ടാകുമ്പോൾ കഴിക്കാട്ടോ, നമുക്ക് കഴിക്കാടാ. പക്ഷെ ആ കുരു നോക്കണം കേട്ടോ. എന്നാടാ എനിക്കെന്താ ഒരു ടെൻഷൻ പോലെ? എന്താ? സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനൊരു മരം നടണമെന്ന് ആഗ്രഹിച്ച് കുറച്ചു നാളായി നടക്കുകയാണേ. ഉടനെ തന്നെ അത് സാധ്യമാകുമായിരിക്കും. എന്നാ ആയിക്കോട്ടെ, നീ ഇരിക്കുക, ഞാൻ പോയി ഇച്ചിരി പുല്ല് എത്താനുണ്ട്. ശരി എന്നാ. അയ്യോ ചേട്ടായി പോയല്ലോ. ഞാനിപ്പോ ഒരു മരമായി പോവൂലോ. എന്റെ സുഷിരങ്ങളിൽ കൂടെയൊക്കെ വേര് വരുവേ. മരമായിട്ടെങ്കിലും രക്ഷപ്പെടുവോന്നറിയാലോ. എന്റെ പുറകിലെ സുഷിരത്തിൽ കൂടെയൊക്കെ ഇപ്പൊ വേര് വരുന്ന തോന്നുന്നേ. എന്തോ പോലെ തോന്നുവാ. അയ്യോ ഇപ്പൊ വരും. ചില്ലകൾ, വേരുകൾ, ചില്ലകൾ, സുഷിരം, സുഷുമ്ന വന്നോ. അമ്മേ. അയ്യോ എവിടെയാ ഞാൻ? ആരാ എന്നെ വിളിക്കുന്നേ? ഞാൻ സ്വർഗത്തിലെത്തിയോ? ഇതോ പപ്പി മാമ, താൻ സ്വർഗത്തിലുമല്ല നരകത്തിലുമല്ല. ചേട്ടായി എന്നെ പറ്റിച്ചതാണോ? കൂട്ടത്തിൽ ഞാനൊരു പടക്കം പൊട്ടിച്ചു. ഹാപ്പി ക്രിസ്മസ്. എടി ചേട്ടായി എണീറ്റ് പോടോ. ഓക്കേ കോംപ്രമൈസ്. അങ്ങോട്ടൊരു പണി തന്നു, ഇങ്ങോട്ടൊരു പണി തന്നു. ഇനി നോ പണീസ്. അടുത്ത് നമുക്ക് ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കിടക്കാം. ഒന്ന് അനങ്ങി നടക്കണ്ട ചേട്ടായി. രാഹുകാലം കഴിയുന്നതിന് മുമ്പ് പുൽക്കൂടുണ്ടാക്കി തീർക്കണം. എല്ലാ കൂട്ടം ഉണ്ടല്ലോ അല്ലേ? എല്ലായിടത്തും എന്റെ കൈ എത്തണം. അവിടെ വെക്ക. എന്നിട്ട് അടുത്ത് എടുത്തോണ്ട് വാ, പെട്ടെന്ന് ആട്ടെ. പപ്പിച്ചേട്ടാ എന്നെ കൺട്രാക്ടറോ? അത് ചെയ്യാമല്ലേ? നിന്ന് വാചകം പഠിക്കാതെ നീ പോയ ബലൂണൊക്കെ ഒന്ന് പെറുക്കി വെച്ചടാ. ബലൂണോ? ഇവിടെ വാടാ വന്നേ. എന്റെ അമ്മേ, ഇതെന്നെ ബോംബോ? ചേട്ടായി പെട്ടെന്ന് ആ പുൽക്കൂടിന്റെ പണി ചെയ്യാം. ഇപ്പൊ നല്ല രസമുണ്ടല്ലേ? നീ ഇങ്ങനെ ചളവളാന്ന് പറഞ്ഞോണ്ട് നടന്നോ കേട്ടോ. ഒന്നിനും കൂടിയേക്കല്ലേ. നീ പോയി ഇച്ചിരി പുല്ലും കിടത്തുന്നു വന്നേ. അത് ആഴയുണ്ട്, ഞാൻ പറിച്ചിട്ടേക്ക് നിർത്തുന്നു വന്നാൽ മതി. നക്ഷത്രം തൂക്കാൻ ഹെൽപ്പ് വേണമെങ്കിൽ പറയണം കേട്ടോ. നക്ഷത്രം തൂക്കി പരിചയമില്ലാലും നക്ഷത്രം എന്നെ നല്ലപോലെ പരിചയമുണ്ട്. ചേട്ടായുടെ ഒരു കുരു സ്റ്റോറി. വേറിറങ്ങി ഞാനിപ്പോ ചത്തുപോയേനെ. ഇതൊക്കെ കണ്ടുപിടിച്ചോണം കേട്ടോടി. ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷെ പപ്പി മാമന്റെ പാട്ട് ഞാനും കൂടെ പാടിക്കോട്ടെ? നീ പാടിക്കോടി, ഞാനും
നന്നായിട്ട് പാടാം. Jingle bell, jingle bell, jingle bell. പപ്പി ചേട്ടാ ഇങ്ങോട്ട് വാ, നമുക്ക് ഈ മോളിൽ കയറി ഇരിക്കാം, ഇവിടെ ഇരുന്ന് കളിക്കാം. ഇങ്ങോട്ട് വാമേ, വാ. എടി എടി വന്നതേ, നീ ആ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ചേട്ടാ ഇപ്പൊ വരുമ്പോ നിന്നെ ചാടിച്ചു വിടൂട്ടോ, എന്നെ ഓടിക്കും. വാ ഇങ്ങോട്ട് ഇറങ്ങി വാ, താഴെ ഇരുന്ന് കളിച്ചാ മതി. ഇത് കണ്ടോ, ഇല്ലെങ്കിൽ ഇതിന്റെ അടി സ്ഥലം ഉണ്ടടി, നമുക്ക് ഇതിന്റെ അടി കയറി ഇരുന്ന് കളിക്കാം. എവിടെ എടി, ഇതിന്റെ അടിയില് കണ്ടോ, അങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യാം. അത് രണ്ടും കൂടെ നശിപ്പിച്ചേക്കല്ലോ കേട്ടോ. അത് പിന്നെ ചേട്ടായി, ഈ മാവൂന് കളിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങള് ചുമ്മാ അതിന്റെ അടി കയറിയിരുന്ന. ഇവിടെ നോക്കുമ്പോണ്ടല്ലോ ഈ ഉത്തരത്തിന് ചെറിയൊരു വളമുള്ള പോലെ, അത് നോക്കാൻ വേണ്ടി ഞാൻ കയറിയുന്നുള്ളൂ. എടി നാറ്റിക്കാതെ ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. കേക്കൊക്കെ മുറിച്ച് ക്രിസ്മസ് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണാവേ. ചേട്ടാ ഈ സമ്മാനം എല്ലാം